എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടിയും കടലയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഏതൊരു സമയത്ത് കഴിക്കാനും പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് കടല എടുത്തിട്ടുണ്ട്. ഈ ഒരു കടല 6 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കടല ഞാനിവിടെ 2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് എല്ലാ വശത്തും ആവാനായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ 2 കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളം പൊടിയിൽ എല്ലാ വശത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇതിൽ 2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതിൽ വെള്ളം നോക്കിയിട്ട് പാകത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് അറിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. കണ്ട ഈ ഒരു പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറേ നേരം ഇട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെളിച്ചെണ്ണ എല്ലായിടത്തുനിന്നും ആവാൻ വേണ്ടിയിട്ട് മാത്രം കുഴച്ചെടുത്താൽ മതി. ഇനി വേണ്ടത് നമ്മൾ ഇതുപോലെ ഈ ഒരു മാവിൽ നിന്ന് കുറേശ്ശെയായിട്ട് കൈകൊണ്ട് ഇങ്ങനെ എടുക്കണം. അങ്ങനെ എല്ലാ മാവും എണ്ണ തടവിയിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ കുറേശ്ശെയായിട്ട് വെച്ച് കൊടുക്കാം. നല്ല എളുപ്പമാണ്. ബോൾ പോലെ ഉരുട്ടിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈ കൊണ്ട് ഇതുപോലെ കുറേശ്ശെയായിട്ട് എടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാതും ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സബോള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ചേർക്കാം. ഇനി സബോളയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിപ്പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇതോടൊപ്പം 2 പച്ചമുളകും കൂടി ചേർക്കാം. പച്ചമുളകിൻ്റെ എരിവൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇഞ്ചിയുടെ ഒരു പച്ചമണം ഒന്ന് മാറണം. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു വലിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്ക് ചേർക്കാം. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതിലേക്ക് 1 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടി ചേർക്കുന്നുണ്ട്. അത് താല്പര്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും. ഇനി ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല ഈ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. കടലയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അത് നോക്കിയിട്ടൊരു ആവശ്യമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിൽ വെള്ളം കുറച്ചും കൂടി ആവശ്യമാണ്. 2 കപ്പും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ഉപ്പും എരിവൊക്കെ നോക്കുക. ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് ആവശ്യമാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഈ തക്കാളി ഒന്ന് വെന്ത് വരണം. അതുവരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് ഇതിൽ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ ഇതിലേക്ക് ചേർക്കാം. എല്ലാം കൂടിയിട്ട് ഒന്നിച്ചിടരുത്. ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ട് ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്.
ഇട്ട വഴിക്ക് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല. ഇതുപോലെ ചെറുതായിട്ടൊന്ന് എല്ലാം കൂടിയിട്ട് ഒരുപോലെ ആക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഏകദേശം ഒരു 5-6 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ മതി. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയിലയും കൂടി ചേർക്കാം. അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഏതൊരു സമയത്ത് കഴിക്കാനും പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്